പറ. ആണി അയച്ചു മാറ്റി എന്നെ കൊല്ലണമെന്ന് പറഞ്ഞത് ഇവളല്ലേ? എടാ ചന്ദ്രു, അന്ന് അമുദയുടെ സാരിൽ തീ വെച്ചത് ഇവളാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ വണ്ടിയുടെ ആണി അടിച്ചു മാറ്റി എന്നെ കൊല്ലാൻ തീരുമാനിച്ചു. അതിൽ എന്റെ ജീവൻ പോയാലും എനിക്ക് കുഴപ്പമില്ല. നിന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും അവിടെ കൈകൊട്ടി ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇവള്, ഈ രാക്ഷസി. നിർത്ത്. അവൾ എന്റെ ഭാര്യയാണ്, അത് നീ മറക്കരുത്. ഭർത്താവ് മരിച്ചാലും കുഴപ്പമില്ല, അവള് വിചാരിച്ചത് സാധിക്കണമെന്ന് കരുതുന്നില്ലേ? ഇവളെയാണോ നീ നിന്റെ ഭാര്യ എന്ന് പറയുന്നത്? എടാ, ഇവിടെ യോഗ്യത എന്താണെന്ന് അവൻ പറയും. പറടാ. കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞേ, ആദ്യം പറഞ്ഞിട്ടില്ല, ഞാനാ പറഞ്ഞത്. പത്മിനി മോളെ ചെയ്യാൻ പറഞ്ഞത് ഞാനാണ് കുഞ്ഞേ പറഞ്ഞത്. നീ എന്തിനാ അങ്ങനെ പറഞ്ഞു? പറയേ, എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന്? വേറെ മാർഗമൊന്നുമില്ലാഞ്ഞിട്ട് പറഞ്ഞത്. വണ്ടി തകർന്ന് വീണതിന് കാരണം പത്മിനി മോളല്ലേന്ന് ചോദിച്ച് എന്റെ ഭർത്താവിന് ഒരുപാടിട്ട് തല്ലി. നടന്ന സംഭവത്തിനൊന്നും പത്മിനി മോളല്ലാന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞു കേട്ടതേ ഇല്ല. എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. കള്ളം പറയുന്നു. ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്ന. ഇതിൽ നീ തലയിടേണ്ട ആവശ്യമില്ല, ഞാൻ ചോദിച്ചോളാം. വേണ്ട, എനിക്ക് വേണ്ടി ആരും ആരോടും ഒന്നും ചോദിക്കണ്ട. മതിയായി. ഞാനിവിടെ വന്ന് കയറിയതും ജീവിച്ചതും കിട്ടിയതും എല്ലാം എനിക്ക് മതിയായി. പത്മിനി, പപ്പി നിക്ക്. ചന്ദ്രു, നീ എന്റെ ക്ഷമ പരീക്ഷിക്കാണ്. ഞാൻ ജീവനോട് ഇരുന്നാൽ എന്താ, ചത്താൽ എന്താ? അവൾക്കില്ലാത്ത വിഷമം എന്തിനാ നിനക്ക്? ദേ നോക്ക്, സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. മതി, ഇതോടെ നിർത്തിക്കോണം. പത്മിനി, അവന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ പപ്പി. അവൻ നിന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, തെറ്റ് തന്നെയാ. എന്ത് ചെയ്യാനാ? എന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് തന്നെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പ്ലീസ് പത്മിനി, അവൻ പറയുന്നതും കുറച്ചൊക്കെ അനുസരിക്കണം. താലി കെട്ടിയ ഭർത്താവിനെ അനുസരിച്ചാ മതി, മറ്റുള്ളവരുടെ വാക്കൊന്നും കേൾക്കാൻ എന്നെ കിട്ടില്ല. ഭർത്താവ് ചത്താലും സാരമില്ല, ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കണം എന്നുള്ള രാക്ഷസിയാണെന്ന് അത്ര പേരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞില്ലേ? അതും കേട്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കണോ? പറ്റില്ല. അവൻ പറഞ്ഞത് ഇവിടെ ആരാ വിശ്വസിച്ചത്? അതൊന്നുമല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അവൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു മനുഷ്യനുമില്ല ചോദിക്കാനും പറയാനും. അഥവാ ആരെങ്കിലും ചോദിക്കാൻ വന്നാ നിങ്ങൾ അവരെ വെറുതെ വിടത്തുമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയേക്കാൾ വലുത് നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് നിങ്ങളുടെ ഫ്രണ്ടിനേക്കാൾ വലുത് ഞാനാണെന്ന് വിചാരിക്കുന്നുവോ? അന്ന് നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കാം. എനിക്ക് നീയും വലുതാ, അവനും വലുതാ. നോ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. നിനക്ക് വേണ്ടി മാത്രമല്ല, വേറെ ആർക്ക് വേണ്ടിയും എനിക്ക് അവനെ നഷ്ടപ്പെടുത്താനാവില്ല. അതെന്താ? എന്തുകൊണ്ട് പറ്റില്ല? അപ്പോ അവന് വേണ്ടി നിങ്ങൾ എന്നെ കളയാൻ തയ്യാറാണല്ലേ? അർത്ഥം അതല്ലേ? പറയുന്നേ, എന്നെക്കാളും നിങ്ങളുടെ അച്ഛനും അമ്മയെക്കാളും അവനാണ് പ്രധാനമെന്ന് വിചാരിക്കുന്നില്ലേ? അതിനെന്താ കാരണം? എനിക്കത് അറിഞ്ഞേ തീരൂ. ഇപ്പൊ നീ എന്നോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്റെ വീട്ടിലുള്ളവർ തന്നെ എത്ര പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു. ഇതുവരെ ഞാൻ ആരോടും മറുപടി പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം എല്ലാം മൂടി മറച്ച് എന്തിനാണെന്നറിയോ? ഇപ്പൊ അതിന് തന്നെ എല്ലാം ആപത്തായി തീരുമ്പോ ഇനി ഇങ്ങനെ മൂടി മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം നീ മനസ്സിലാക്കണമെങ്കിൽ നീ ഈ സത്യം അറിയേണ്ടത് ആവശ്യമാണ്. ചെറുപ്പത്തിൽ ഞാൻ ചന്ദ്രുവിനെ കാണുമ്പോഴെല്ലാം അവൻ്റെ അനിയൻ ചിന്നൻ അവൻ്റെ തോളിലെപ്പോഴും ഉണ്ടാകും. ഒരു നിമിഷം പോലും അവൻ്റെ അനുജനെ വിട്ട് അവൻ പിരിഞ്ഞിരിക്കില്ല. ചന്ദ്രുവിന് അച്ഛനും അമ്മയും ആരുമില്ല. സംസാരശേഷിയും ചെവിയും കേൾക്കാത്ത അവൻ്റെ അനുജന അവന് സ്വന്തവും ബന്ധവുമല്ല. 15 വർഷം മുമ്പ് ആ ചിന്നൻ മരിച്ചു. ചന്ദ്ര തോളിലേറ്റ് നടന്ന അവന്റെ അനുജന്റെ മരണത്തിന് കാരണം ഈ മഹാഭാവിയായ ഞാനാ പപ്പി. അന്ന് ഞാൻ എന്തിനാ അവന്റെ വീട്ടിൽ പോയത്? അവന്റെ കയ്യിലൊരു പാവയെ കൊടുത്തിട്ട് ആരും കാണാതെ സൂക്ഷിച്ചു വെക്കണമെന്ന് ഞാൻ എന്തിനാ പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞത് കൊണ്ട് അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി
അവൻ നിലവറയ്ക്കകത്ത് പോയി. ആ കാര്യം അറിയാതെ ഞാൻ തുറന്നു കിടന്ന നിലവറയുടെ കതക് അടച്ചു പൂട്ടി പപ്പി. അവനെ കാണുന്നില്ലെന്നും പറഞ്ഞ് എല്ലാവരും തേടി നടന്നു. ആരോ തട്ടിക്കൊണ്ടുപോയതാന്നോർത്ത് എല്ലാ സ്ഥലത്തും തിരഞ്ഞു. ആ സമയമല്ല, ആ നിലവറയ്ക്കകത്ത് ആ ഇരുട്ട മുറിയില് ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു ആ മിണ്ട പ്രാണി. മൂന്ന് ദിവസം കഴിഞ്ഞ് നിലവറയ്ക്കുള്ളിൽ നിന്നും ദുർഗന്ധം വന്നപ്പോഴാണ് ചിന്നൻ അതിനുള്ളിൽ മരിച്ചു കിടക്കാന്ന് എല്ലാവർക്കും മനസ്സിലായത്. സ്വന്തം അനുജന്റെ പുഴുവരിക്കുന്ന ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് അലമുറയിടുന്ന ചന്ദ്രുവിനോട് ഞാൻ എങ്ങനെ പറയും ആ മിണ്ടാപ്രാണിയെ കൊന്നത് ഞാനാണെന്ന്? ചിന്നിന് പകരമായി ചന്ദ്രന് ഞാൻ എന്താണ് കൊടുക്കേണ്ടത്? സ്നേഹമെങ്കിലും കൊടുക്കണ്ടേ പപ്പി? അതാ ഞാൻ സ്നേഹിച്ചത്.